ഇവിടെ ഇതാ രണ്ട് സഹ്യപുത്രന്മാർ സാമാന്യം നല്ല ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുകയാണ്. ഭക്ഷണം കഴിഞ്ഞിട്ടാണോ വിശ്രമം, അതോ ഭക്ഷണത്തിന് മുന്നെയാണോ വിശ്രമം എന്ന് ചോദിച്ചാൽ ഇവർ മറുപടി പറയാൻ അല്പം കുഴങ്ങും. എൻ്റെ ആശാനെ, സ്നേഹത്തോടെ ഈ ചേട്ടന്മാർ ഞങ്ങൾക്ക് കുറച്ച് പനമ്പട്ടയും ഉണ്ടശർക്കരയും തെങ്ങോരയും ഒക്കെ തന്ന് സുഖിപ്പിക്കുന്നത് അത്ര രസിക്കുന്നില്ല എന്നുണ്ടോ? അല്ല, നിങ്ങൾ എന്താണ് കരുതിയത്? ഞങ്ങൾ ഈ 19 കിലോമീറ്റർ ലോറിയിലും നടന്നുമെല്ലാം ഇവിടെ വന്നത് ഇങ്ങനെ വയറ് നിറച്ച് തിന്ന് രസിക്കാനെന്നാണോ? നല്ല കാര്യമായി. ഇവിടുത്തെ ആനപ്രേമികളുടെ കൂട്ടായ്മയായ ശ്രീ മുരുക ഭക്തജന സംഘത്തിൻ്റെ പ്രത്യേക താൽപ്പര്യപ്രകാരം കിടങ്ങൂർ അമ്പലത്തിൽ ഉത്സവത്തിന് വന്നവരാണ് ഞങ്ങൾ. അങ്ങനെ VVIPകളായി വരുമ്പോൾ ഇത്രയെങ്കിലും പരിഗണന കിട്ടണ്ടേ മാഷേ? സോറി, ക്ഷമിക്കണം കേട്ടോ, കാര്യമറിയാതെ അല്പം തമാശ പറഞ്ഞു പോയതാണ്. കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ശ്രീ മുരുക ഭക്തജന സംഘത്തിൻ്റെ നേർച്ചയാനകളായിട്ടാണ് നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ സ്വീകരണം കിട്ടും. കിട്ടിയില്ലെങ്കിലേ അതിൽ അതിശയപ്പെടുവാനുള്ളൂ. അതുകൊണ്ട് ധൈര്യമായിട്ട് തട്ടിവിട്ടോ. പിന്നെ ഇന്ന് കേരളത്തിലുള്ള എണ്ണം പറഞ്ഞ ഗജവീരന്മാരിൽ 2 പേരല്ലേ നിങ്ങൾ? ഈരാറ്റുപേട്ട അയ്യപ്പനെയും തിരുവമ്പാടി ചന്ദ്രശേഖരനെയും അറിയാത്ത ആനപ്രേമികളുണ്ടോ? പള്ളിവേട്ടയ്ക്ക് നിങ്ങളെപ്പോലുള്ളവർ എത്തുമ്പോൾ സ്വീകരണവും ഗംഭീരമാവും. സംഗതി കൊള്ളാം. നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന ചങ്ങാതിക്കൂട്ടത്തിനും അഭിനന്ദനങ്ങൾ. സൈബർ സ്പേസ് മുതൽ പടിപടിയായി താഴേക്കിറങ്ങി വന്നാൽ ചുമ്മാ ഒരു രസത്തിന് ഏതെങ്കിലും വീട്ടമ്മമാരുടെ താലിമാല വലിച്ചു പൊട്ടിച്ച് ബൈക്കിൽ ചീറിപ്പാഞ്ഞു പോകുന്നതിൽ വരെ എത്തി നിൽപ്പുണ്ട് നമ്മുടെ യുവാക്കളുടെ ഭിന്നമായ അഭിരുചികൾ. ആരെയും കുറ്റപ്പെടുത്തിയിട്ടോ പഴിചാരിയിട്ടോ കഥയില്ല. സ്വാതന്ത്ര്യങ്ങൾ അങ്ങനെയൊക്കെ പലതും ചെയ്യിക്കുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഇതാ കുറച്ച് ചെറുപ്പക്കാർ പ്രകൃതിയുടെ വലിയ അതിശയങ്ങളിലൊന്നായ ആനകളെ സ്നേഹിക്കുകയും അഭിമാനത്തോടെ ഇവയെ നാട്ടിലേക്ക് ഉത്സവനാളുകളിൽ കൊണ്ടുവരികയും ചെയ്യുന്നത്. ഈ ശ്രമം ഇവർ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. കഴിഞ്ഞ 10 വർഷമായി മുടങ്ങാതെ ചെയ്യുന്ന കർമ്മമാണ്. ഇനിയും കഴിയണമേ എന്ന പ്രാർത്ഥനയുമുണ്ട്. ഇങ്ങനെയൊക്കെ കരുതുന്നത് കൊണ്ടാകണം ചില പ്രകടന പത്രികയിലൊക്കെ കാണുന്ന ആവേശമോ അവകാശവാദങ്ങളോ ഒന്നും ഇവർക്കില്ല. സുബ്രഹ്മണ്യസ്വാമിയുടെ തിരുനടയിൽ ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുന്നല്ലോ എന്ന ചാരിതാർത്ഥ്യം മാത്രം. നമ്മുടെ സമ്പന്നമായ സാംസ്കാരിക ചരിത്രത്തിൻ്റെ ഏടുകളിൽ സുവർണ ശോഭയോടെ നിൽക്കുന്ന ഗ്രന്ഥങ്ങളിൽ ഒന്നാണല്ലോ ഐതിഹ്യമാല. ഈ കൃതിയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ദേശങ്ങളിലൊന്നാണ് ഈ കിടങ്ങൂർ ദേശം. ഇവിടത്തെ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രത്തിലുണ്ടായിരുന്ന കണ്ടൻകോരൻ എന്ന ആനയെക്കുറിച്ചുമെല്ലാം കൊട്ടാരത്തിൽ ശങ്കുണ്യ ഐതിഹ്യമാലയിൽ സവിസ്തരം പറയുന്നുണ്ട്. കിടങ്ങൂർ നിവാസികളെ സംബന്ധിച്ചിടത്തോളം ആനയും ആനക്കമ്പവും ഉത്സവങ്ങളോടനുബന്ധിച്ചുള്ള എഴുന്നള്ളിപ്പുകളുമെല്ലാം അവരുടെ രക്തത്തിൽ തന്നെ അലിഞ്ഞു ചേർത്തിരിക്കുന്ന വലിയ വികാരമാണ്. അവർ കൂട്ടം ചേർന്ന് ഉത്സവപ്പറമ്പുകളിൽ നിന്നും പറമ്പുകളിലേക്ക് യാത്ര ചെയ്യും. ഗജവീരന്മാരുടെ തലയെടുപ്പുള്ള എഴുന്നള്ളത്തുകൾ കാണും. അവരുടെ സമസ്ത ഐശ്വര്യങ്ങളും നിറഞ്ഞ ആകാര സൗഷ്ഠവത്തെക്കുറിച്ചും ലക്ഷണങ്ങളെക്കുറിച്ചുമെല്ലാം നന്നായി ചർച്ച ചെയ്യും. ഇങ്ങനെ കിടങ്ങൂർ നിവാസികളെ സഹ്യപുത്രന്മാർ എന്നും ആകർഷിച്ചിട്ടുണ്ട്. ഏതാണ്ട് 3000 വർഷത്തോളം പഴക്കം അവകാശപ്പെടുന്ന കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിലൊന്നാണ് കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. ഇതിൻ്റെ ഭൂതകാലം ചരിത്രവും ഐതിഹ്യങ്ങളുമായി കെട്ടുമുണങ്ങി കിടക്കുന്നു. രാവണ നിഗ്രഹത്തിന് ശേഷം അയോധ്യയിലേക്ക് മടങ്ങുന്ന ശ്രീരാമനെ പ്രതീക്ഷിച്ചിരുന്ന ഗൗണ മഹർഷിക്ക് അദ്ദേഹത്തെ കാണുവാനായില്ല. അതിൽ കോപം പൂണ്ട് തൻ്റെ കമണ്ടലു തട്ടിമറിക്കുകയും അതിലെ ശുദ്ധജലം സുബ്രഹ്മണ്യ വിഗ്രഹത്തോടുകൂടി മീനച്ചൽ ആറിലൂടെ ഒഴുകി കിടങ്ങൂർ വിഷ്ണു ക്ഷേത്രത്തിലെത്തുകയും അവിടെ സുബ്രഹ്മണ്യ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്തതായാണ് ഐതിഹ്യം.